വേദപുസ്തകത്തിലെ വളരെ മനോഹരമായ സ്ത്രീ കഥാപാത്രങ്ങളിൽ വളരെ ശ്രദ്ധയോടെ വേറി നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് രൂത്ത്. രൂത്ത് എന്ന പേരിനർത്ഥം കമ്പാഷനേറ്റ് ഫ്രണ്ട്, അനുകമ്പ പൂർണ്ണയായ ഒരു സുഹൃത്ത്. അതാണ് രൂത്ത് എന്ന പദത്തിന്റെ അർത്ഥം. പ്രത്യേകിച്ച് ഈ നാളുകളിൽ ഭർത്താക്കന്മാർക്ക് ആഗ്രഹിക്കുന്ന കാര്യമാണ് രൂത്തിനെ പോലെ ഒരു ഭാര്യയെ കിട്ടാൻ. വേറൊന്നും കൊണ്ടല്ല, രൂത്തിന്റെ ബുദ്ധി സാമർഥ്യമോ രൂത്തിന്റെ സൗന്ദര്യമോ ഒന്നുമല്ല, അമ്മായിമ്മയായിട്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി രൂത്ത് അമ്മായിമ്മമാരുമായിട്ട് വലിയ പ്രശ്നം ഉണ്ടാകാതെ പോകുന്നൊരു കഥാപാത്രമായിട്ടാണല്ലോ നമുക്ക് അറിയാവുന്നത്. അതുകൊണ്ട് രൂത്ത് മനോഹരമായ ദൃശ്യാവിഷ്കാരം പറ്റിയ ഒരു കഥാപാത്രമാണ് രൂത്ത് എന്ന് പറയുന്നത്. നമ്മുടെ സ്ത്രീജന സഖ്യ അംഗങ്ങൾ ഒരു ഡ്രാമയുമായിട്ടാണ് നമ്മുടെ മുൻപിലേക്ക് കടന്നു വരുന്നത്. രൂത്ത് എന്ന ആ കഥാപാത്രത്തിനെ അനുസ്മരിച്ചുകൊണ്ടുള്ള ഒരു നാടകം. അത് കുടുംബ ബന്ധങ്ങളുടെ വിശുദ്ധിയും കെട്ടുറപ്പും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വിശ്വസ്തയോടും സ്നേഹത്തോടും കൂടി ഒരു ഭാര്യയാകുവാനായിട്ട് വിവാഹിയാകാൻ പോകുന്ന ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുന്ന ഒരു കൊച്ചുമകൾക്ക് പ്രിയപ്പെട്ട വല്യമ്മച്ചി നൽകി കൊടുക്കുന്ന ഒരു ഉപദേശ രൂപത്തിൽ നമ്മുടെ പഴയ നിയമ കഥാപാത്രമായ രൂത്തിന്റെ ഇന്നത്തെ ഏറ്റവും വർത്തമാനകാല ആവിഷ്കാരവുമായി മാറ്റി കൊണ്ടുവന്നിരിക്കുകയാണ് നമ്മുടെ സ്ത്രീജന സഖ്യ അംഗങ്ങൾ. നമുക്ക് അതിനായിട്ട് വേദിയിലേക്ക് നമ്മുടെ കണ്ണുകളെ അങ്ങോട്ട് ഓടിക്കാം. ഉന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴൽ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെ കുറിച്ച്, അവൻ എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയുന്നു. അവൻ നിന്നെ വേട്ടക്കാരൻ്റെ കണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. തൻ്റെ തൂവലുകൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. അവൻ്റെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും. അവൻ്റെ വിശ്വസ്ത നിനക്ക് പരിചയം പലകയുമാകുന്നു. ആ, മക്കളിങ്ങെത്തിയോ? എങ്ങനെ ഉണ്ടായിരുന്നു ഷോപ്പിംഗ് ഒക്കെ? കല്യാണ പെണ്ണ് എന്നാ പറയുന്നു? സന്തോഷമായോ? ചേച്ചിക്ക് വേണ്ടിയതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് വല്യമ്മച്ചി. മറ്റുള്ളവർക്കൊന്നും വാങ്ങിയില്ലേ? അതിനൊക്കെ ഇനിയും സമയമുണ്ടല്ലോ അമ്മേ. തിരക്കൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവർക്കും വാങ്ങാമല്ലോ അമ്മേ. ഇന്ന് ചെറുക്കനും കൂട്ടര് പറഞ്ഞിട്ട് മന്ത്രകോടി എടുക്കാൻ പോയതല്ലേ. ഓ, എൻ്റെ അന്നക്കൊച്ചങ്ങ് വല്ലാതെ ക്ഷീണിച്ചു പോയി. ഇനി വീട്ടിൽ തന്നെ ഇരുന്ന് ശരീരമൊക്കെ ഒന്ന് നന്നാക്കണം. കല്യാണത്തിന് മണവാട്ടിയായി ഒരുങ്ങി നല്ല മിടുമിടുക്കിയായി പോകേണ്ടതല്ലേ? അല്ലേലും സുന്ദരിയാണ് എൻ്റെ കുട്ടി. എന്നും നല്ല കുട്ടിയായിരിക്കണം. ഭർത്താവിനോട് വിശ്വസ്തയായിരിക്കണം. നിന്റെ മനസ്സിൽ എന്നും അവനാണ് ഏറ്റവും സുന്ദരനായ പുരുഷൻ, സമർത്ഥനും. പിന്നെ കുഞ്ഞെ, കയറി ചെല്ലുന്ന വീട് സ്വന്തം വീടായി കരുതണം. അവിടുത്തെ അപ്പനും അമ്മയും ഇനി അന്നക്കൊച്ചിൻ്റെ കൂടി മാതാപിതാക്കളാണ്. ചുരുക്കി പറഞ്ഞാൽ അന്നക്കൊച്ച് രൂത്തിനെ പോലെ ആകണം. റൂത്തോ? അതാരാ വല്യമ്മച്ചി? അതോ, അവിടെ ഇരിക്ക്. തോമസ് കുട്ടി, നീ അവിടെ നിൽക്ക്. നിന്നോടും ചിലതൊക്കെ പറയാനുണ്ട്. എന്നാ ഞങ്ങളങ്ങോട്ട്. അതെന്നാ പോക്കാ ജോണിക്കുട്ടി? നിങ്ങൾക്ക് കൂടി കേൾക്കാനുള്ളതാ എനിക്ക് പറയാനുള്ളത്. റൂത്ത് കറകളഞ്ഞ സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുടെയും മാതൃകയായ സ്ത്രീരത്നം. ദാവീദിൻ്റെ പിതാവ് ജെസ്സയുടെ പിതാവായ ഒബേദിൻ്റെ അമ്മ. അവൾ മോവാബ്യ സ്ത്രീ ആയിരുന്നു. എങ്കിലും ഇസ്രയേൽക്കാരനായ ഭർത്താവ് മരിച്ചപ്പോൾ അവൾ തൻ്റെ ഭർത്താവിൻ്റെ ദൈവത്തോടും അമ്മായിയമ്മയായ നവോമിയോടും വിശ്വസ്തത പുലർത്തി. നവോമിയെ സംരക്ഷിക്കുവാൻ അവരോടൊപ്പം ജെറുസലേമിലെത്തിയ രൂത്തിനെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിച്ചു. ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി സാർവത്രികമാക്കണമെന്ന സൂചനയുമായി ഇതാ നിങ്ങൾക്ക് മുൻപിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നു റൂത്ത്. ഓ യഹോവേ, ഞാൻ നവോമി ഇപ്പോൾ മാറ കണ്ണുനീരിൻ്റെ കയ്പുനീർ കുടിച്ചവൾ. യഹൂദയിലെ ബേത്ലഹേമിൽ ക്ഷാമം വന്നപ്പോൾ മോവാബിൽ വന്നു. എൻ്റെ ഭർത്താവ് എലിമേലെക്ക് മരിച്ചു. എൻ്റെ രണ്ട് ആൺമക്കളും യൗവനപ്രായത്തിൽ മരിച്ചുപോയി. അവരുടെ ഭാര്യമാർ
ഓർഫയും രൂത്തും എന്നോടൊപ്പം ബേത്ലഹേമിലേക്ക് പോരണമോ? അതോ അവർ അവരുടെ സ്വന്തം ഭവനത്തിലേക്ക് മടങ്ങിപ്പോകണമോ യഹോവേ? മക്കളെ, വിധവയായ എനിക്ക് എൻ്റെ പുത്രന്മാരെയും നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താക്കന്മാരെയും നഷ്ടപ്പെട്ടു. നിങ്ങൾ ഇപ്പോഴും ചെറുപ്പമാണ്. പുനർവിവാഹം ചെയ്ത് കുടുംബജീവിതം നയിക്കാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ മാതൃഭവനത്തിലേക്ക് മടങ്ങിപ്പോകണം. ഇല്ല, ഞങ്ങൾ പോകില്ലമ്മേ. ഞങ്ങൾ അമ്മയോടൊപ്പം അമ്മയുടെ നാട്ടിലേക്ക് ഞങ്ങളും വരുന്നു. ഓഫ, എൻ്റെ മകളെ, അമ്മയെ സങ്കടപ്പെടുത്തരുതേ. നിങ്ങൾ തിരിച്ചു പോകണം. എന്തിന് എന്നോടൊപ്പം വരുന്നു? നിങ്ങൾക്ക് ഭർത്താക്കന്മാരാകാൻ എനിക്കിനി പുത്രന്മാരുണ്ടാകുമോ? അമ്മേ, അങ്ങനെയൊന്നും പറയരുതേ. എൻ്റെ വാത്സല്യ മക്കളെ, നിങ്ങൾ മടങ്ങിപ്പോവുക തന്നെ വേണം. വിവാഹം ചെയ്യാൻ കഴിയാത്ത വണ്ണം ഈ അമ്മ വൃദ്ധയായിരിക്കുന്നു. കർത്താവിൻ്റെ കരം എനിക്കെതിരെ ഉയർന്നിരിക്കുന്നു. നിങ്ങളെ പ്രതി ഞാൻ അത്യന്തം വ്യസനിക്കുന്നു. അമ്മേ, സങ്കടപ്പെടരുതേ. ഞാൻ മടങ്ങിപ്പോയിക്കൊള്ളാം. രൂത്ത്, എൻ്റെ മകളെ, നീയും നിൻ്റെ പിതൃഭവനത്തിലേക്ക് പോവുക. ഇല്ലമ്മേ, ഇല്ല. അമ്മയെ ഉപേക്ഷിക്കുവാനോ മടങ്ങിപ്പോകുവാനോ എന്നോട് പറയരുതേ. അമ്മ പോകുന്നിടത്ത് ഞാനും വരും. അമ്മ വസിക്കുന്നിടത്ത് ഞാനും വസിക്കും. അമ്മയുടെ ചാർച്ചക്കാർ എൻ്റെയും ചാർച്ചക്കാരല്ലേ? അമ്മയുടെ ദൈവം എൻ്റെയും ദൈവമാണ്. അമ്മ മരിച്ചടക്കപ്പെടുന്നിടത്ത് ഞാനും മരിച്ചടക്കപ്പെടും. ഇലപൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ടോർക്കണം. കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയും നിന്നതും ഓർക്കണം. പ്രത്യാശയോടെ നീ ദൈവത്തെ നോക്കിയാൽ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം. അവനുത്തരം നൽകുമെന്നറിഞ്ഞിടേണം. ഇലപൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ടോർക്കണം. കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയും നിന്നതും ഓർക്കണം. ഇവിടെ നമ്മൾ എങ്ങനെ ജീവിക്കും? കഷ്ടം അനുഭവിക്കാനാണല്ലോ കുഞ്ഞെ നീ എന്നോടൊപ്പം വന്നത്. എന്തിനാണമ്മ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? ഇപ്പോൾ കൊയ്ത്തുകാലമല്ലേ? ഞാൻ വയലിൽ നിന്ന് കാലാ പെറുക്കി വരാം. കാലാ പെറുക്കി ഉപജീവനമാർഗം തേടുന്നതിന് ആരും തടയുകയില്ലല്ലോ അമ്മേ. നീയോ കുഞ്ഞെ, നീ ഒറ്റയ്ക്കോ? അത് വേണ്ട, ഞാനും വരാം.
അതിനെന്താണ് അമ്മേ? എനിക്ക് നല്ല ആരോഗ്യമില്ലേ? അമ്മയെ നോക്കേണ്ട കടമയും എനിക്കില്ലേ? എൻ്റെ ചോദ്യങ്ങൾക്കും വ്യാകുലതകൾക്കും ഉത്തരം നൽകാൻ ദൈവം നിന്നെയല്ലേ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇനി ഞാൻ ആരാണ് ഈ സുന്ദരിയായ യുവതി? ഇവളെ ഇതിനു മുമ്പ് ഇവിടെങ്ങും കണ്ടിട്ടില്ലല്ലോ. നവമിയോടൊപ്പം മൊവാബിൽ നിന്നും വന്നതാണ്. ഇത് ബോവാസ്, ഞങ്ങളുടെ യജമാനനാണ്. നിന്റെ പേരെന്താണ്? രൂത്ത്. നവോമിക്ക് സുഖം തന്നെയല്ലേ? എൻ്റെ അന്വേഷണം പറയുക. നിങ്ങൾക്കായി ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത്? ഇവിടെ നിന്നും കാലാ പെറുക്കാൻ അങ്ങനെ അനുവദിക്കണം. ശരി, നീ ഇവിടം വിട്ട് മറ്റു വയലുകളിൽ അലയണ്ട. ഇവിടെ എൻ്റെ ദാസിമാർക്കൊപ്പം ചേർന്നുകൊള്ളുക. ആരും നിന്നെ ശല്യപ്പെടുത്തുകയില്ല. അന്യനാട്ടുകാരിയായ എന്നോട് കരുണ തോന്നുവാൻ ഞാൻ അങ്ങേക്ക് എന്ത് നന്മയാണ് ചെയ്തത്? നിന്റെ ഭർത്താവിൻ്റെ മരണശേഷം നീ നിന്റെ അമ്മായിയമ്മയ്ക്കു വേണ്ടി ചെയ്ത നന്മകൾ വിലമതിക്കാനാവാത്തതാണ്. മാതാപിതാക്കളെയും സ്വദേശത്തെയും വിട്ട് അപരിചിതമായ ഈ സ്ഥലത്ത് നവോമിയോടൊപ്പം നീ വന്നത് ഞാൻ അറിഞ്ഞു. ഭാഗ്യമുള്ളവളാണ് നവോമി. നീ അവൾക്ക് കർത്താവിൻ്റെ ദാനമാണ്. നിന്റെ പ്രവൃത്തികൾക്ക് കർത്താവ് നിന്നെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. അങ്ങ് എന്നോട് വലിയ ദയയാണ് കാണിക്കുന്നത്. ഈ ദാസിയെ ആശ്വസിപ്പിക്കുകയും കരുണയോടെ സംസാരിക്കുകയും ചെയ്തുവല്ലോ. എനിക്കത് മതി. ലോപ്പസ്, നീ ഇവളെ ശകാരിക്കരുത്. കറ്റകളിൽ നിന്നും കുറേശ്ശെ വലിച്ചൂരി ഇവർക്ക് പെറുക്കുവാനായിട്ട് ഇട്ടുകൊടുക്കുക. ഇവർക്ക് കഴിക്കുവാനും കുടിക്കുവാനും കൊടുക്കുക. ഈ കൊയ്ത്തുകാലം മുഴുവൻ കാല വെറുക്കി നീ എന്നെ പോറ്റി. അതെൻ്റെ കടമയല്ലേ അമ്മേ? അങ്ങനെയെങ്കിൽ സന്തുഷ്ടമായ ഒരു കുടുംബജീവിതത്തിലേക്ക് നിന്നെ പ്രവേശിപ്പിക്കുക എന്നത് എൻ്റെയും കടമയാണ്. അമ്മ എന്താ പറഞ്ഞു വരുന്നത്? ഞാൻ ഒത്തിരി ആലോചിച്ച് ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. കുഞ്ഞത് അനുസരിച്ചാൽ മാത്രം മതി. നമ്മുടെ ബന്ധുവായ ബോവസ് ഇന്ന് രാത്രി കളത്തിൽ വരുന്നുണ്ട്. അതിനെന്താ അമ്മേ? അമ്മ പറയും പോലെ മോളെ അനുസരിക്കുക മാത്രം മതി. നല്ല വസ്ത്രം ധരിച്ച് മെതിക്കളത്തിലേക്ക് ചെല്ലണം. അത്താഴം കഴിയുന്നവരെ ബോവസ് മോളെ കാണരുത്. അവൻ ഉറങ്ങിക്കഴിയുമ്പോൾ നീ അവൻ്റെ അടുക്കൽ ഇരിക്കുക. അമ്മേ, നിനക്കെന്നെ വിശ്വാസമില്ലേ കുഞ്ഞെ? നിൻ്റെ നന്മയ്ക്കല്ലാതെ മറ്റൊന്നും ഈ അമ്മ ചെയ്യുകയില്ല. അതിനൊരു തെറ്റുമില്ല മോളെ. യഹൂദ പാരമ്പര്യത്തിൽ അങ്ങനെയാണ്. വിവാഹിതനായ പുരുഷൻ മക്കളില്ലാതെ മരിച്ചുപോയാൽ ഏറ്റവും അടുത്ത ബന്ധു അവളെ വിവാഹം ചെയ്യണം. ബോവസ് നമ്മുടെ അടുത്ത ചാർച്ചക്കാരനാണ്, നല്ലവനുമാണ്. അതെനിക്കറിയാം അമ്മേ. പക്ഷേ എൻ്റെ യജമാനൻ ബോവാസ് ഇന്ന് രാത്രി ഈ മെതിക്കളത്തിലാണ് ഉറങ്ങുന്നത്. അദ്ദേഹത്തിന് ഉറങ്ങാൻ കിടക്ക ഒരുക്കുകയാണ് ഞാൻ.
ആരാണ് നീ? ആരാണ്? ഞാൻ നിന്റെ ദാസിയായ രൂത്താണ്. എന്താണ് ഈ അസമയത്ത്? അത് അങ്ങേക്കറിയാമെന്ന് അമ്മ പറഞ്ഞു. അങ്ങ് എൻ്റെ അടുത്ത ബന്ധുവാകിയാൽ അങ്ങയുടെ വസ്ത്രം ഈ ദാസിയുടെ മേൽ വിരിച്ച് എന്നെ സ്വീകരിക്കാം. അതാണ് എൻ്റെ അമ്മയുടെ ആഗ്രഹം. അമ്മയോടുള്ള കടമ നിർവഹിക്കുവാൻ അമ്മയുടെ ആഗ്രഹം എനിക്ക് നിഷേധിക്കുവാനാകില്ല. അവിവേകമാണെങ്കിൽ എന്നോട് പൊറുക്കുക. അതിന് നീ തെറ്റൊന്നും പറഞ്ഞില്ലല്ലോ. കർത്താവ് നിന്നോട് കൂടെ ഇരിക്കട്ടെ. നീ ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ഔദാര്യം എത്രയോ വലുതാണ്. ഭയപ്പെടേണ്ട. നീ ആവശ്യപ്പെടുന്നത് എന്തും ഞാൻ ചെയ്തു തരും. നവോമിയുടെ മരുമകളായ രൂത്ത് ഒരു ഉത്തമ സ്ത്രീരത്നമാണെന്ന് ആർക്കാണ് അറിയാത്തത്? എല്ലാം അങ്ങയുടെ ഇഷ്ടം. പക്ഷേ എന്നേക്കാളും അടുത്തൊരു ബന്ധു നിനക്കുണ്ട്. ഏറ്റവും അടുത്ത ബന്ധുവിൻ്റെ ചുമതല അദ്ദേഹം നിർവഹിക്കുമോ എന്ന് ഞാനൊന്ന് അന്വേഷിക്കട്ടെ. ഇല്ല എങ്കിൽ ഏറ്റവും അടുത്ത ബന്ധുവിൻ്റെ കടമ ഞാൻ ചെയ്തിരിക്കും. ഇനി ഞാൻ പൊയ്ക്കൊള്ളട്ടെ? വേണ്ട, ഈ പാതിരാവിൽ ഒറ്റയ്ക്ക് പോകണ്ട. ദയവായി പ്രഭാതം വരെ കാക്കുക. രൂത്ത് ഇന്നലെ രാത്രി യവക്കളത്തിൽ പോയതാണല്ലോ. ഇന്ന് നേരം വെളുത്ത് ഇതുവരെയും അവൾ വന്നില്ലല്ലോ. ദൈവമേ, എന്തു പറ്റി എൻ്റെ കുഞ്ഞിന്? ഞാനാണല്ലോ അവളെ യവക്കളത്തിലേക്ക് പറഞ്ഞയച്ചത്. ദൈവമേ, അവൾക്ക് ഒരാപത്തും വരരുതേ. ബോവസ് അവളുടെ വീണ്ടെടുപ്പുകാരനായതുകൊണ്ട് മാത്രമാണ് ഞാൻ അവൾ കൊണ്ട് പറഞ്ഞയച്ചത്. രൂത്ത്, ഇതെന്താണ് കുഞ്ഞേ? ഇത് അദ്ദേഹം തന്ന സമ്മാനമാണ് അമ്മേ. അമ്മ പറഞ്ഞത് നേരാണ്. അദ്ദേഹം എത്രയോ നല്ല മനുഷ്യനാണ്. ബോവസ് എന്തു പറഞ്ഞു? ഇന്ന് തന്നെ ഏറ്റവും അടുത്ത ചാർച്ചക്കാരോട് സംസാരിക്കാമെന്ന് പറഞ്ഞു. ഇനിയെല്ലാം സർവശക്തൻ നടത്തിത്തരും. വരൂ സ്നേഹിത, ഇവിടെ ഇരിക്കൂ. എന്താ ബോവസ് എന്നെ കാണണമെന്ന് പറഞ്ഞത്? നമ്മുടെ ബന്ധുവായ നവോമിയും മരുമകളായ രൂത്തും മോവാബിൽ നിന്ന് തിരിച്ചു വന്നത് അറിഞ്ഞു കാണുമല്ലോ. ഉവ്, അറിഞ്ഞിരുന്നു. നവോമി അവളുടെ ഭർത്താവായ എലീമലേക്കിൻ്റെ നിലത്തിൻ്റെ ഒരു ഭാഗം വിൽക്കുവാൻ പോകുന്നു. മനസ്സുണ്ടെങ്കിൽ നീ വാങ്ങുക. അതിന് താല്പര്യമില്ല എങ്കിൽ മടിക്കാതെ അറിയിക്കുക. നിലം ഞാൻ വാങ്ങിക്കൊള്ളാം. അതുമാത്രമല്ല, വയൽ വാങ്ങുന്ന ദിവസം തന്നെ മരിച്ചവൻ്റെ നാമം അനന്തരാവകാശിയിലൂടെ നിലനിർത്തുന്നതിനു വേണ്ടി മഹ്ലോൻ്റെ വിധവയും മോവാബിയുമായ രൂത്തിനെ കൂടെ നീ സ്വീകരിക്കണം. അത് സാധ്യമല്ല, കാരണം അതുവഴി എൻ്റെ അവകാശം നഷ്ടപ്പെടും. ബോവാസ്, നിനക്കവളെ സ്വീകരിക്കാമല്ലോ. എന്തിനു മടിക്കണം? ബോവാസ്, നീ ഒന്നും പറയുന്നില്ല. എലീമലേക്കിൻ്റേതും മഹ്ലോൻ്റേതും കില്യോൻ്റേതുമായ നിലങ്ങൾ എല്ലാം ഇന്ന് ഞാൻ നവോമിയോട് വിലയ്ക്ക് വാങ്ങുകയാണ്. എല്ലാവരുടെയും സമ്മതത്തോടെ മഹ്ലോൻ്റെ വിധവയും മോവാബിയുമായ രൂത്തിനെ ഞാൻ ഭാര്യയായി സ്വീകരിക്കുന്നു. മരിച്ചവരുടെ നാമം സഹോദരന്മാരുടെ ഇടയിലും ജന്മദേശത്തു നിന്നും മാഞ്ഞു പോകാതെ അനന്തരാവകാശിയിലൂടെ അത് നിലനിർത്തുന്നതിന് വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും ഇതിന് സാക്ഷികളാണ്. പ്രിയ ബോവാസ്, ഈ നന്മയ്ക്ക് ഞങ്ങൾ സാക്ഷികളാണ്. കർത്താവ് നിന്റെ ഭവനത്തിലേക്ക് വരുത്തുന്ന സ്ത്രീ ഇസ്രായേൽ ജനത്തിന് ജന്മം കൊടുത്ത റാഹേൽ, ലേയ എന്നിവരെ പോലെ ആകട്ടെ. നീ എഫ്രാത്തയിൽ ആശ്വാസവാനും പ്രബലനും ബേത്ലഹേമിൽ പ്രസിദ്ധനുമായിരിക്കും. യഹൂദയ്ക്ക് താമാറിൽ ജനിച്ച ഫേരസിന്റെ ഭവനം പോലെ രൂത്തിൽ നിനക്ക് ജനിക്കുന്ന സന്താനങ്ങളിലൂടെ നിന്റെ ഭവനവും അനുഗ്രഹിക്കുമാറാകട്ടെ.
നവമി, നിന്റെ ചെറുമാൻ എത്ര സുന്ദരനാണ്. എല്ലാം കർത്താവിൻ്റെ അനുഗ്രഹം. നിനക്ക് ഒരു അനന്തരാവകാശിയെ തന്ന കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നവോമി, ഇവൻ വാർദ്ധക്യത്തിൽ നിനക്ക് താങ്ങായിരിക്കും. അതെ അതെ, നിന്നെ സ്നേഹിക്കുന്നവളും വിലപ്പെട്ടവളുമായ രൂത്തിൻ്റെ മകൻ 7 പുത്രന്മാരെക്കാളും നിന്നെ സംരക്ഷിക്കാതിരിക്കുന്നത് എങ്ങനെ? നിന്റെ ഭാഗ്യമാണ്. നമുക്കിവനെ ഒബേദ് എന്ന് വിളിക്കാം. ഇതാണ് രൂത്തിന്റെ കഥ. മനസ്സിലായോ എൻ്റെ മക്കൾക്ക്? മനസ്സിലായി. എന്തു മനസ്സിലായി എന്നാ? രൂത്തിനെ പോലെ ആയിരിക്കും വല്യമ്മച്ചി. വളരെ നല്ലത്. വാർദ്ധക്യത്തിൽ നമ്മുടെ അപ്പനും അമ്മയ്ക്കും നമ്മൾ തണലാകുമ്പോൾ സർവശക്തനായ ദൈവം എന്നും നമുക്കും തണലായിരിക്കും. ഒരിക്കലും നമ്മെ കൈവിടുകയില്ല. തലമുറകൾ തോറും സർവശക്തൻ നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കും. വല്യമ്മച്ചി, ഈ അച്ചാച്ചനും കുറച്ചൊക്കെ ഉപദേശം കൊടുക്കണ്ടേ നമുക്ക്? ഓ, എന്നാ ഉപദേശം കൊടുക്കാനാ? അവൾ പറഞ്ഞതിലും കാര്യമുണ്ടടാ കുട്ട. മക്കളെ വല്യമ്മച്ചി ഉപദേശിക്കുവാന്നൊന്നും വിചാരിക്കണ്ട. നിന്നെ ഉപദേശിക്കേണ്ട കാര്യം ഇല്ലെന്നും അറിയാം. പഠിപ്പും വിവേകവുമുള്ള കൊച്ചനല്ലേ നീ? സ്ത്രീയും പുരുഷനും 2 വ്യക്തികളാണ്. ആരും ആർക്കും അടിമയല്ല. സ്ത്രീയെ ബഹുമാനിക്കാൻ ആൺമക്കളെ പഠിപ്പിക്കേണ്ടത് മാതാപിതാക്കളാണ്. അത് നിന്റെ മാതാപിതാക്കൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ടെന്ന് വല്യമ്മച്ചിക്കറിയാം. പക്ഷേ മോനെ, നിന്റെ കണ്ണിൽ നിന്റെ ഭാര്യ എന്നും സുന്ദരിയായിരിക്കണം. ഇടയ്ക്കൊക്കെ അവളുടെ മുഖത്ത് നോക്കി നീ എന്തൊരു സുന്ദരിയാണ്, നിന്നെ കെട്ടിയത് എൻ്റെ ഭാഗ്യം എന്ന് പറയണം കേട്ടോ. ഗ്രേസിക്കുട്ടിയെ, പിന്നൊരു കാര്യം, നമ്മുടെ വീട്ടിൽ വരുന്ന പെങ്കൊച്ച് മകനെ പരിചരിക്കാനുള്ളതാളല്ല. നിന്റെ മകനൊപ്പം പരസ്പര സ്നേഹ ബഹുമാനങ്ങളോടെ ജീവിക്കാൻ വരുന്നതാണേ, മറക്കണ്ടാട്ടോ. എല്ലാവർക്കും സന്തോഷമായില്ലേ? ഇനിയിപ്പൊ ഏതായാലും സന്ധ്യാപ്രാർത്ഥന മുടക്കണ്ട. പരമപിതാവിനു സ്തുതി പാടാം. അവനല്ലോ ജീവനെ നൽകിയവൻ. പാപങ്ങളാകെ വിഷമിച്ചിടുന്നു, രോഗങ്ങളാകിലവും നീക്കിടുന്നു. പരമപിതാവിനു സ്തുതി പാടാം. അവൻ